ഉണ്ട്. തിലകൻ്റെ ഭാഗ്യവും തിലകൻ്റെ കഴിവും തിലകൻ്റെ ആത്മാർത്ഥമായ പിന്നെ ഒത്തിരി അതേപോലെയാണ് ഒരുപാട് ആർട്ടിസ്റ്റ്. ഉണ്ണികൃഷ്ണൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ അങ്ങനെ ഒത്തിരി പേരുണ്ട്. എത്രയോ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ പുതിയ പുതിയ മുരളിച്ചേട്ടൻ ഒത്തിരി പേര്, പിന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പം. സാർ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പണ്ടത്തെ ക്യാമറ അന്ന് ഫിലിമായിരുന്നു. അതായത് 3 ടേക്കിന് മേളിൽ പോകാൻ കഴിയില്ലായിരുന്നു. അന്നത്തെ നടന്മാർ വളരെയധികം കഷ്ടപ്പെട്ടു. ഇന്നാണ് 100 ടേക്കും 200 ടേക്കും വരെ പോകാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സംഗീതം എന്ന് പറയുന്നത് എല്ലാവരും ഒരു സ്റ്റുഡിയോക്കകത്ത് പോയി എല്ലാ ഓർണമെൻറ്റ്സും വെച്ച് കാര്യങ്ങളും വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ തലമുറ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ വഴി ഓരോ ട്രാക്ക് പിടിച്ചിട്ടിട്ട് വേണ്ട സാധനം വേണ്ടടുത്ത് കാണും. അപ്പം അതുകൊണ്ട് അവരുടെ തലച്ചോറുകളും കാര്യങ്ങളൊന്നും അധികം വർക്കാവുന്നില്ല. പഴയ ആൾക്കാർ ഒത്തുകൂടിയിരുന്ന് എല്ലാവരും ഒന്ന് സംസാരിച്ച് വരികളെല്ലാം കൃത്യമായിട്ട് എഴുതി, അന്നത്തെ വരികൾക്ക് പോലും ഞാൻ 90ൻ്റെ അവസാനം ജനിച്ച ആളാണെങ്കിൽ ഞാൻ കേൾക്കുന്ന പാട്ട് 85-ലെയും 70-കളിലെയും 2000 അങ്ങനെയുള്ള പാട്ടുകളാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് അന്ന് ഇഷ്ടം സംഗീതം തോന്നിയത് ഇപ്പം പലരും റീമേക്ക് ചെയ്ത് ഈയിടെ ഇറങ്ങിയ പ്രേമലു സിനിമയിലെ ആ ഒരു പാട്ട് സിനിമയിലെ പഴയ സിനിമയിലെ പാട്ടാണ്. അത് പലരും വിചാരിച്ചിരിക്കുന്ന പ്രേമലുവിലെ പാട്ടാണ്. മനസ്സിലായി? ആൾക്കാർ പഴയതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എന്തുകൊണ്ട് സിബിമലയിലെ പടം രണ്ടാമത് ഇട്ടപ്പോൾ നല്ലവണ്ണം കൂടി ജനങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? അതെ. അത് അന്ന് കളക്ഷൻ ഉണ്ടായ പടമല്ലത്. പക്ഷെ ഇപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാക്കി ആ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അപ്പോൾ കാലത്തെ അതിജീവിക്കുക. ഒരു സിനിമ അത് വിജയിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ കാലം മാറി വന്നപ്പോൾ അന്ന് ആ സിനിമ ഓസ്കാർ ലെവൽ വരെ പോയ സിനിമയാണ്. അന്ന് അധികം കളക്ഷനോ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ സിനിമ കാണാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. അതായത് അതാണ് കലയ്ക്കുള്ളൊരു പ്രത്യേകത. നമ്മൾ അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അത് തിരിച്ചു തരും. അതെ. നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്, എല്ലാം കൊടുക്കൽ വാങ്ങൽ. അന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഇദ്ദേഹമാണ്, ഞാനും ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ. ഒരു തിരക്കിൽ നിൽക്കുവാണ്. ഇപ്പൊ ഈ സിറ്റി പോലീസ് തൊട്ട് ഒരുപാട് സിനിമകൾ യൂട്യൂബിലുണ്ടല്ലേ? ഉണ്ട് യൂട്യൂബിലുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ കാക്കത്തുരുത്ത് ഉണ്ട് സാറേ. കാക്കത്തുരുത്ത് വന്നിട്ടില്ല, അത് വരും. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് കാക്കത്തുരുത്ത്. അത് തീർച്ചയായിട്ടും നാച്ചുറൽ സിനിമയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വലിയ സങ്കടം എന്ന് വെച്ചാൽ ആ ഡയറക്ടർ എന്നെ വിളിച്ച് കുറേ നാൾക്ക് ശേഷം ഞാൻ പടമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് എന്നെ അഭിനയിപ്പിക്കുകയായിരുന്നു. ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതല്ല, അതിനകത്തൊരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ ആ മനുഷ്യനെ ആ പടം കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ആ ഡയറക്ടറുടെ വലിയ ആഗ്രഹമായിരുന്നു സിനിമ. ആ സിനിമ കാണാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. അതൊരു വല്ലാത്തൊരു സങ്കടമാണ്. കാരണം ഷാജി പാണ്ഡവത്ത് ഏതാണ്ട് സെൻസറിങ് സമയത്തൊക്കെ പുള്ളി വെന്റിലേറ്ററിലായിരുന്നു. പുള്ളിക്ക് ആ സിനിമ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ വാക്കുകളിലൂടെയാണ് അദ്ദേഹം അറിഞ്ഞത് ആ സിനിമയെക്കുറിച്ച്. പക്ഷേ അന്നേരം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീർ മാത്രമാണ് വന്നത്. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. എനിക്കത് വല്ലാത്തൊരു വിഷമമായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ പഴയ ആൾക്കാരെ ഞാൻ ബഹുമാനിക്കും. കാരണം അവരെയൊക്കെ സാറിനെ പോലുള്ള ആരോടെ കാലുകൾ തൊട്ട് വണങ്ങണം ഇപ്പോഴത്തെ പുതുതലമുറ. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് കഷ്ടപ്പാടറിയില്ല. ഇപ്പോഴത്തെ തലമുറ അധികം കഷ്ടപ്പെടുന്നില്ല. ഈ ഫീൽഡിലേക്ക് വരാൻ ആരും അധികം കഷ്ടപ്പെടുന്നില്ല. പണ്ടത്തെ പോലെ അധികം ആൾക്കാർ നാടകത്തിന് പോകുന്നില്ല, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ. എല്ലാവരും ചെറിയ റീൽസും കാര്യങ്ങളും ചെയ്താൽ വരുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് കഷ്ടപ്പാട് അറിയാത്തവർക്ക് അഹങ്കാരം കൂടും. സാറൊക്കെ അന്ന് ചെയ്ത അന്ന് ചെയ്തതിൻ്റെ ബാക്കി ഒരംശം പോലും ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല. ഇപ്പോൾ ലാൽ സാറാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ചെയ്ത കഥാപാത്രങ്ങൾ ഒരംശം പോലും ഒരു തലമുറയും ചെയ്യുന്നില്ല. അവരെ ശരിക്കും ബഹുമാനിക്കണം. അതേപോലെ സാറിനെ പോലുള്ള ഡയറക്ടേഴ്സിനെ, KG ജോർജ് സാറ്, അവരൊക്കെയാണ് അന്ന് സാറിനെ പോലുള്ള ആൾക്കാരാണ് ത്രില്ലറുകൾ ഇത്ര ഭംഗിയായിട്ട് ഫ്രെയിമും ആ രീതിയിലൊക്കെ കൊണ്ടുവന്നത് സാറിനെ പോലുള്ള ആൾക്കാർ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഹോംവർക്ക് ഉണ്ട്. നമ്മുടെ അടുത്ത ദിവസം ഇറങ്ങുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ ആ ഉറക്കം വരത്തില്ല. ആ ദിവസം മുഴുവൻ ഇരുന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, സ്വയം ഒന്നിച്ച്, അല്ല വേറെ ആളില്ല. ഇന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് വർക്ക് ചെയ്യാണ്. അന്ന് അതുപോലും ഇല്ല. അപ്പം നമ്മുടെ തലച്ചോറ് തന്നെ മാക്സിമം ട്രൈ ചെയ്ത് അതിലേക്ക് കൊണ്ടുവരണം. നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും വായിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യാനുണ്ടാകും. അപ്പോൾ അതെല്ലാം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് എല്ലാം കറക്റ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി എല്ലാം കറക്റ്റ് ചെയ്യാം. പാട്ടാണെങ്കിൽ തന്നെ ഓരോന്നിനും ഓരോ ബിറ്റ് എടുത്ത് നമുക്ക് അവിടെ കൊണ്ടുചെല്ലാം. ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. ജനങ്ങൾക്ക് കണക്ഷനും ഇല്ലാതെ പോയി. അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് സിനിമയിൽ. കാരണം നിങ്ങളെ നേരിട്ട് നിങ്ങളുമായിട്ട് മുഖതാവിൽ സംസാരിക്കുന്നതും നിങ്ങളെ കൂടെ ഫോണിൽ കൂടെ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും. ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ നിന്ന് അത് കൈവിട്ട് പോകുന്നത്. അത് അവരെ
കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സാധ്യതകൾ ഒരുപാടാണ്, അത് ഉപയോഗിക്കുക, അല്ലാതെ നമുക്കൊന്നും പറയാൻ വയ്യ. സാറേ ഒരു കാര്യങ്ങൾ പറയണം. അപ്പോൾ ഈ സിനിമ കാക്കത്തുരുത്തല്ലേ വരുമ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് മനോജ് കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും. സാർ ഇത്ര നേരം പടങ്ങൾ ചെയ്യണം. നമസ്തേ, എൻ്റെ പടം കണ്ട് വലിയ സന്തോഷം. താങ്ക് യു സാർ.